ടെസ്റ്റ് ട്രാവലിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈദിന് നമുക്കൊരു പ്രത്യേകതയായിട്ട് നമ്മളെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെ ആയിരിക്കും, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ബിജിച്ചേട്ടൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ, ബിജിച്ചേട്ടൻ ഒരു കൈ കൊണ്ടാണ് വാഹനം ഓടിക്കുക. ബിജിച്ചേട്ടൻ ഒരു കൈയിന് സ്വാധീനം ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഒരു കൈ കൊണ്ടാണ് ബിജിച്ചേട്ടൻ വാഹനങ്ങൾ ഓടിക്കുന്നത്. ഒരുപാട് തവണ കേരളം മുഴുവൻ കറങ്ങിയ ആളാണ് നമ്മുടെ ബിജിച്ചേട്ടൻ. അപ്പോൾ ഇനിയും ഇവിടെ വന്നിട്ട് എന്നെ കാണാനും അതുപോലെ ഇവിടെ നമ്മുടെ Ebulljetനെ കാണാനും മല്ലു ട്രാവലെ കാണാനൊക്കെയാണ് പുള്ളി വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പുള്ളി വരും. അപ്പോൾ പുള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. പുള്ളിയെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പുള്ളി ഇപ്പോൾ ഏകദേശം ട്രിവാൻഡ്രത്തിന് ഏകദേശം 600 കിലോമീറ്ററോളം റൈഡ് ചെയ്തിട്ടാണ്, ഒരു കൈ കൊണ്ട് റൈഡ് ചെയ്തിട്ടാണ് പുള്ളി ഇവിടെ വരുന്നത്. പുള്ളിയുടെ ഒരുപാട് വിശേഷങ്ങളുണ്ട്, വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പുള്ളിയുടെ കൂടെ പറ്റുമെങ്കിൽ നമുക്കൊരു ലഡാക്ക് ട്രിപ്പും കൂടി ഉണ്ടാവും. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മിസ്സായ ലഡാക്ക് ട്രിപ്പ് ചിലപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളും പുള്ളിയുടെ വിശേഷങ്ങളും പുള്ളിയുടെ വണ്ടിയുടെ വിശേഷങ്ങളും ഒക്കെ ഇന്നത്തെ കാഴ്ചയിൽ കാണാം. അപ്പോൾ ഇതല്ലേ പെരുന്നാളായിട്ട് നമ്മളെ അടുത്തേക്ക് വന്നിരിക്കുന്ന ആളാരാന്ന് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ്. നമ്മളെ ബിജിച്ചേട്ടൻ തിരുവനന്തപുരത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഈദാണ്. നമ്മൾ ബിജിച്ചേട്ടനെ കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ബിജിച്ചേട്ടാ, എങ്ങനെയുണ്ട് യാത്രയൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? യാത്ര അടിപൊളി സെറ്റപ്പ്, മഴ അല്ലേ? അപ്പോൾ ഇതാണ് ബിജിച്ചേട്ടൻ, എല്ലാവർക്കും അറിയാം, മിക്ക ആളുകൾക്ക്. കാരണം നമ്മളെ ഹാരിസ് ഖാൻ്റെ ഒരുപാട് ചാനലിലൊക്കെ ബിജിച്ചേട്ടൻ വന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം അല്ലേ? എന്നാ വാ ബിജിച്ചേട്ടാ, പോട്ടെ. അങ്ങനെ നമ്മുടെ ബിജിച്ചേട്ടൻ തിരുവനന്തപുരത്ത് ഇന്നലെ ബിജിച്ചേട്ടല്ലേ, ഇന്നലെ രാവിലെ ഒരു 3 മണിക്കല്ലോ 3 മണിക്ക് ട്രിവാൻഡ്രത്ത് ബിജിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഇതിപ്പോൾ നമ്മൾ ഇന്നലെ പുള്ളി ഇന്ന് വളാഞ്ചേരി രാവിലെ എത്ര മണിക്ക് വിട്ടു ബിജിച്ചേട്ടാ? 7 മണിക്ക് വളാഞ്ചേരിയിൽ നിന്ന് വിട്ട് ഇപ്പോൾ നമ്മുടെ കണ്ണൂർ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചേട്ടൻ വീട്ടിൽ കയറാം. ഇന്ന് പെരുന്നാളാണ്, ഭയങ്കര സന്തോഷം, സത്യം പറയല്ല, ഭയങ്കര സന്തോഷം. പെരുന്നാളായതുകൊണ്ട് കാണാൻ ഇത്രയും ദൂരം ഒരുപാട് ഏകദേശം 550-600 കിലോമീറ്ററോളം ഓടിയിട്ടാണ് ബീച്ചേട്ടൻ വരുന്നത്. അപ്പം ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് ബീച്ചേട്ടന്, എന്നെ കാണാമെന്നല്ലാതെ ഇവിടെ നമ്മുടെ മെയിൻ ഒരാളെ, അതായത് പേര് 562 കിലോമീറ്റർ ഓടിയിട്ട് വന്നതാണ്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ബീച്ചേട്ടൻ ഇവിടെ വേറെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാരിസ് ഖാൻ്റെ കൂടെ വീഡിയോ ചെയ്തിരുന്നു, Ebulljetൻ്റെ കൂടെ വീഡിയോ ചെയ്തിരുന്നു. ഇനി ബീച്ചേട്ടൻ്റെ നമുക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലുവിൻ്റെ കൂടെയും കൂടി വിടാം. മല്ലുവിനെ പറ്റിയെങ്കിൽ കാണണം അല്ലേ, പറ്റിയെങ്കിൽ മല്ലു ട്രാവലിംഗ് കാണണം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ബീച്ചേട്ടൻ വീട്ടിൽ വല്ലാതെ ഇഷ്ടപ്പെട്ട്. ബിജിച്ചേട്ടൻ്റെ വണ്ടി കണ്ടില്ലേ നിങ്ങൾ? 3 ചക്രമാണ് ശരിക്കും, ബാക്കിൽ ഫ്രണ്ടിൽ ഒരു യാത്ര. ഇതാണ് വണ്ടി. പക്ഷേ ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ വണ്ടിക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് ബിജിച്ചേട്ടനോട് ആദ്യം ചോദിക്കാം. ശരിക്കും ബിജിച്ചേട്ടൻ ആ വണ്ടിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? കാരണം ആക്സിലേറ്റർ കയ്യുമല്ലല്ലോ, കൈക്ക് പുള്ളിയുടെ കയ്യിന് സ്വാധീനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ ഒരു സ്വാധീനക്കുറവുണ്ട്. പക്ഷെ ആക്സിലേറ്റർ നമ്മൾ എങ്ങനെയാ അപ്പോൾ യൂസ് ചെയ്യുന്നത്? ആക്സിലേറ്റർ കാലിൽ അല്ലേ? കാലിലാണ് ആക്സിലേറ്റർ. ഓക്കെ. അപ്പോൾ ഈ വണ്ടിയുടെ കാലിലാണ് ആക്സിലേറ്റർ. പിന്നെ എന്തൊക്കെയാണ് വണ്ടിക്ക് പ്രത്യേകത? വലത് സൈഡിൽ വരുന്ന ബ്രേക്ക് ഇടത് കാലിൽ. 2 കാലിൽ, ഒരു കാലിൽ ആക്സിലേറ്റർ, ഒരു കാലിൽ ബ്രേക്ക്. ഓക്കെ.
അപ്പൊ ഇത് ഈ മാറ്റങ്ങൾ കമ്പനി വരുമ്പോൾ ചെയ്തതാണോ അതല്ല വെളിയിൽ കൊടുത്ത് ചെയ്യിച്ചതാണല്ലേ? ഈ വണ്ടി ശരിക്കും വീച്ചേട്ടന് എങ്ങനെ സ്പോൺസർ ചെയ്താണോ വാങ്ങിച്ചു തന്നെ അടുത്തല്ലേ? ഇനിയിപ്പം അടുത്ത ലക്ഷ്യം എന്താണ് ശരിക്കും? എന്തോ ഒരു പ്ലാനിങ് ചെയ്തെന്ന് പറഞ്ഞ കേട്ടായിരുന്നല്ലോ. തൃശ്ശൂര് ട്രിപ്പൻസിന്റെ ഓഗസ്റ്റ് 22-ാം തീയതി ലഡാക്ക് യാത്ര. വോളി ഇതാണല്ലേ? ഓഗസ്റ്റ് 22-ാം തീയതി തൃശ്ശൂർ ട്രിപ്പിൾസിന്റെ കൂടെ ഏത് വണ്ടിയും കൊണ്ടാ പോകുന്നത്? അവരുടെ കാറിൽ ലഡാക്കിലേക്ക് പോവാണ്. അടിപൊളി കേട്ടോ, എന്തായാലും അടിപൊളി, വലിയ സന്തോഷം. അപ്പൊ എപ്പോഴാ പോകുന്നത്? 22-ാം തീയതി അല്ലേ? തിരിച്ച് റിട്ടേൺ എങ്ങനെയാണ്? അവരോട് തന്നെ. ഇത് ദിവസത്തെ പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏർപ്പാട് ചാലക്കുടിയിലുള്ള ശീലായി ഭാര്യയാണ്. ചാലക്കുടിയിലെ ശ്രീലാൽ, ഏത് നമ്മുടെ ശ്രീലാൽ മാധവ്. ശ്രീലാൽ മാധവ് ആണോ ഇതിന്റെ ഏർപ്പാടൊക്കെ ചെയ്തേക്കുന്നത്? ഓ അടിപൊളി. അപ്പോൾ ഓഗസ്റ്റ് അടുത്ത മാസം 22-ാം തീയതി ഓൾ ഇന്ത്യ ട്രിപ്പ്, നമ്മുടെ ബീച്ചേട്ടൻ ഓൾ ഇന്ത്യ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ അല്ലേ, പോകുന്ന വഴിക്കൊക്കെ കാണുവാണെങ്കിൽ എന്തായാലും കാറിലാകുമ്പോൾ അല്ലേ, കാറിലാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണാൻ സാധ്യതയില്ല, എന്നാലും ലഡാക്കിലൊക്കെ പോകുമ്പോൾ മിക്ക ആളുകളും ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. ബീച്ചേട്ടൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. കാരണം അറിയോ, ഇപ്പോൾ തന്നെ ഏകദേശം ഈ ഓൾ കേരള അല്ലാതെ വേറെ എവിടെ സഞ്ചരിച്ചിട്ടുണ്ടോ? ഇവിടെ കേരളം മാത്രമല്ല, വേറെല്ല കൊടൈക്കനാൽ. എന്നാലും കേരളം മുഴുവൻ സഞ്ചരിച്ചല്ലോ ഈ അല്ലേ? കേരളം മുഴുവൻ പുള്ളിക്കാരൻ ഈ ഒരു വണ്ടി വെച്ചിട്ടാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ഈ വണ്ടിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞ് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതാ നമ്മുടെ Ebulljetൻ്റെ ഫോട്ടോയൊക്കെ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതാണ്ടോ ആക്സിലേറ്ററും ബ്രേക്കും കാലയിലാണ്. ഇതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് കണ്ടേ. ആക്സിലേറ്റർ, കാരണം പുള്ളിയുടെ ഇതുകൊണ്ട് ആക്സിലേറ്ററും ബ്രേക്കും കാലയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ്ടോ, ഇതാണ് ബാക്കിലൊരു ജസ്റ്റ് ഒരു മറ്റേ ലഗേജിന് പറ്റിയൊരു സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ എക്സ്ട്രാ ഒരു നല്ല പവർ കൂടിയ എക്സ്ട്രാ വീലൊക്കെ ഇത് എക്സ്ട്രാ ചെയ്തതാണോ? ഇതൊക്കെ എക്സ്ട്രാ ചെയ്തതാണ് പുള്ളി, കണ്ടേ, ഇതൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. അപ്പം ഇതാണ് പുള്ളിയുടെ ബൈക്ക്. ട്രിപ്പൻസിന് ഇവരുടെ കൂടെയാണ്, ഈ ട്രിപ്പൻസിൻ്റെ കൂടെയാണ് ഇവർ ലഡാക്കിലേക്ക് പോകുന്നത്. പിന്നെ അപ്പോൾ നമ്മുടെ ഒരു സ്റ്റിക്കർ ഇവിടെ കുറവുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് പുള്ളിയുടെ വണ്ടി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ബീച്ചേട്ടാ. കാരണം എന്താ അറിയോ, നമ്മൾ ഇത്രയും ദൂരം വന്നു, കണ്ടു, പരിചയം നമ്മൾ ആദ്യമായിട്ടാണ്, എന്നാൽ ഇത്രയും ദൂരം വന്നു, പെരുമഴയത്ത് ഇത്രയും ദൂരം വന്നു, പ്രത്യേകിച്ച് നമ്മളൊക്കെ കാണാൻ ഇങ്ങോട്ട് വന്നല്ലോ, അതിൻ്റെ ഒരുപാട് സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. കാരണം എന്താ പറയുക, ഇത്രയും ദൂരം ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിലും ഇത്രയും ദൂരം വന്നു, നമ്മളൊക്കെ കണ്ട്. കാരണം സാധാരണ ഒരാളെന്ന് പറയുമ്പം ഒന്നാമത് കുറച്ച് സുഖമില്ലാത്തൊക്കെ ആളാകുമ്പോൾ അവരുടേതായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് നമ്മളെ കാണാൻ വന്നതന്നെ ഭയങ്കര സന്തോഷമാണ്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷം. ചേട്ടാ മന്തി എടുക്കട്ടെ, അതോ ബിരിയാണി? മന്തി കഴിക്കട്ടെ. ഇത് ബിരിയാണി ഉച്ചയ്ക്ക് കഴിച്ച്, അപ്പോൾ നമുക്ക് മന്തി കഴിക്കാം. മട്ടനാണ്, മട്ടൻ കഴിക്കില്ലേ? നമ്മളെ നാട്ടിലെ പെരുന്നാളായിട്ട് എങ്ങനെയുണ്ട്? കണ്ണൂര് കഴിച്ചിട്ടുണ്ടാവും അല്ലേ? വള്ളിത്തോടില് കണ്ണൂരിലെ ഫുഡ് അല്ലേ? എന്തായാലും ഇവിടെ ഇന്ന് നമുക്ക് ഇവിടെ ഒത്തൊരുമിച്ച് കൂടാന്നുള്ള സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരും ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരു അല്ലേ, ഞാൻ മനസ്സോട് ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരാൾ നമ്മളെ കൂടെ വന്ന് ഭക്ഷണം അതായത് കഴിക്കും, അല്ലെങ്കിൽ ഇന്ന ഒരാളെ മീറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ആ സ്വപ്നം കാണുന്നില്ലോ. ഇന്നലെ വിളിക്കുമ്പോഴാണ് ഞാൻ പുള്ളി ഇവിടെ എത്തും തന്നെ അറിയുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, വന്നതിലും കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അതെ, ഒരുപാട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് എത്ര മാസങ്ങളായല്ലേ? നമ്മളന്ന് മാർച്ച് 15 നമ്മൾ അന്ന് ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് പോകണമെന്ന് അല്ലേ? അന്നാണ് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്ത്, ഈ ഓൾ ഇന്ത്യ റൈഡ് പോകുന്ന ഫ്ലാഗ് ഓഫ് ചെയ്തതിന്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടെ ദൂരെ ഇവിടെ വെച്ചിട്ട് നമ്മൾ കുറെ കിലോമീറ്റർ ഉണ്ടല്ലേ, നിലമ്പൂർ അവിടെ വെച്ചാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പുള്ളി ഇങ്ങോട്ട് ഇതിനായിട്ട്, അതായത് നമ്മളെ കാണാൻ വേണ്ടി മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മുടെ ഒരു വ്ളോഗർ കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് വന്നത്. അപ്പം ആ പുള്ളിയെ നാളെ പോയി നോക്കണം, കാണാൻ പറ്റൂല്ലേ എന്നല്ലേ? നാളെ പോയി നോക്കണ്ടേ? കാണാൻ പറ്റുമോ? പോയി നോക്കണം. കാണുവാന്ന് വിചാരിക്കുന്നു, പുള്ളി നാട്ടിലുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ പോകുന്നില്ല, വിച്ചേട്ടനാണ് ഒറ്റയ്ക്ക് പോകുന്നത്, വിച്ചേട്ടന് വഴി അറിയാം അല്ലേ?
അപ്പോൾ നമ്മുടെ ബിജിച്ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിനി പിന്നെ ബിജിച്ചേട്ടൻ ഏകദേശം Ebulljetൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെ കാണോ ഇല്ലയെന്ന് അറിയില്ല. പിന്നെ അവരെ കാണാൻ വേണ്ടി പോവാണ്. നാളെ അതും കഴിഞ്ഞിട്ടാണ് പുള്ളി വീട്ടിലൊക്കെ പോവുള്ളൂ. വീട്ടിലേക്ക് അതും കഴിഞ്ഞേ പോവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് പിരിയാണ്. പിന്നെയും നമുക്ക് കാണാം. ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ എന്തായാലും ബിജിച്ചേട്ടൻ്റെ അടുത്ത് പോകും. അപ്പോൾ വന്നതിലും കണ്ടതിലും ബിജിച്ചേട്ടൻ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അല്ലേ? അപ്പോൾ എല്ലാവരോടും ഹായ് പറഞ്ഞേ നമ്മളെ. ഓക്കെ.